നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുമാണ് പോളിംഗ്. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വനത്തിനുള്ളിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആകെ 2,32,000 വോട്ടർമാരുമുണ്ട്. സുരക്ഷയ്ക്കായി 1200 പോലീസ് ഉദ്യോഗസ്ഥരും ഒരു കമ്പനി കേന്ദ്രസേനയുമുണ്ട്. മുന്തിരി മാങ്കൂത്ത് LP സ്കൂളിൽ നിന്ന് ശിവദാസ് കന്മനവും വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചു. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് വോട്ടെടുപ്പിനായുള്ളത്. എന്തൊക്കെയായി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കൃത്യം ഒരു 7 മണിയോടുകൂടെ തന്നെ പോളിംഗ് ആരംഭിക്കും എന്നുള്ളതാണ്. ഏതായാലും മോക്ക് പോളിംഗ് കൃത്യം 5:30 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മോക്ക് പോളിംഗിൽ മറ്റ് യന്ത്ര തകരാറുകളോ മറ്റോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരുടെയും മോക്ക് പോളിംഗ് കൃത്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൃത്യം 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീട്ടിക്കുത്ത് ഗവൺമെൻറ് LP സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ വോട്ടർമാരൊക്കെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി രാവിലെ തന്നെ എത്തിയിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ക്രിട്ടിക്കൽ ബൂത്തുകൾ, പ്രശ്നസാധ്യതാ ബൂത്തുകൾ 14 എണ്ണമാണ്. അതുപോലെ തന്നെ 10 സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആകെ 2,32,000 വോട്ടർമാർ ഉണ്ട്. സുരക്ഷയ്ക്കായി 1200 പോലീസുകാരെയും ഒരു കമ്പനി കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ 3 ആഴ്ചക്കാലം വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്, അതിൻ്റെ പോളിംഗിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും നിലമ്പൂർ ജനത എന്താണ് വിധി എഴുതാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വളരെ നേരത്തെ തന്നെ വന്നു? നേരത്തെ വന്നു. എല്ലാ വർഷവും നേരത്തെ വരലുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളായിരിക്കും. ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് വരല്. ഒറ്റയ്ക്കാണ് വന്നത്? കുടുംബത്തിൽ മുപ്പരുണ്ട്, ഭർത്താവുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നല്ല പോളിംഗ് ആവും. മത്സരമാണ്. വശേറി മത്സരം തന്നെയാണ്. എപ്പോഴും നേരത്തെ വരാം? നേരത്തെ വരാം. ഞങ്ങൾ കുടുംബം ഒന്നിച്ച് ഇലക്ഷനും ഇവിടെ ആദ്യം കാണുന്നത്. എല്ലാ ഇലക്ഷനും ഒരുമിച്ച് നേരത്തെ വരും? നേരത്തെ. അത് കഴിഞ്ഞിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഇതല്ലേ? അപ്പം തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ നമ്മുടെയൊക്കെ ആവശ്യം ഉത്തരവാദിത്വം നിറവേറ്റി പോവുക. ഇത്തവണത്തെ മത്സരത്തെ എങ്ങനെ കാണുന്നു? നല്ല വാശിയേറിയ പോരാട്ടമാണ്. യാസ്, വാശിയേറിയ പോരാട്ടമാണ്. പക്ഷേ റിസൾട്ടൊന്നും ഇപ്പം പറയാൻ ഒക്കത്തില്ല, നമുക്കറിയാം. നേരത്തെ എപ്പോഴും അമ്മയുടെ കൂടെ? അതെ അതെ. എങ്ങനെയുണ്ട് ഇത്തവണ? നല്ല വാശിയേറിയ പോരാട്ടമാണ് ഈ മണ്ഡലത്തിൽ. അതെ ആണ്. പ്രവചനാതീതമായിരിക്കും കാര്യങ്ങൾ, ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും അതിരാവിലെ തന്നെ വോട്ടർമാരിങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ പുരുഷ വോട്ടർമാർ പുറത്തിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ എപ്പോഴും വരാറുള്ളതാണ്? ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി വരും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ? വളരെ കടുത്ത മത്സരമാണ്. നല്ല മത്സരം. കാര്യങ്ങൾ എങ്ങനെ പ്രവചനാതീതമായിരിക്കും? കാര്യങ്ങൾ പ്രവചനാതീതമായിരിക്കില്ലേ? എങ്ങനെയുണ്ട്? എപ്പോഴും നേരത്തെ വരാറുള്ളതാണ്? ഫസ്റ്റിൽ ചെയ്യാനുള്ള ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ട് ഇപ്പോഴും വരും? അതാണ് നമ്മൾ വൈഫാണത്. എന്നും ഫസ്റ്റിൽ ചെയ്ത് പോകണം എന്നുള്ള ആ നീയത്തോടു കൂടെ വന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോൾ മഴയല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ പോന്നു. ഇവിടെ വന്ന് ഇറങ്ങുന്നതോടുകൂടെ മഴയും പെയ്തു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണിക്ക് നമുക്ക് പോകാമല്ലോ, അങ്ങനെ പോകുന്ന. അതിനാണ് ഏതായാലും അദ്ദേഹം പറഞ്ഞ പോലെ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ മഴയത്ത് ഇനി പോളിംഗ് ശതമാനമൊക്കെ എത്ര ആയിരിക്കും എന്നൊക്കെ നമുക്കിനി വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. കാരണം നമുക്കറിയാം, സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താനൊക്കെ ഒരു വിമുഖത പലപ്പോഴും കാണിക്കാറുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ അത്തരത്തിൽ കണ്ടിട്ടുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നുള്ളത് ഏതായാലും പോളിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്കതിൻ്റെ ഒരു സൂചന ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും പോളിംഗ് കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കും. 5:30 തന്നെ ഈ മോക്ക് പോളിംഗ് ആരംഭിച്ചു.
ആരംഭിച്ചു. 5:30 മോക്ക് പോളിംഗ് ആരംഭിച്ച് ഒരു 6 മണിയായപ്പോൾ തന്നെ ഈ വോട്ടർമാരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലമ്പൂരിൻ്റെ മുമ്പത്തെ പോളിംഗ് ശതമാനമൊക്കെ എടുത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പോളിംഗ് മിക്ക സമയത്തും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നോക്കുമ്പോൾ 78% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ 76%, 2% മാത്രമേ കുറവ് ഉണ്ടായിട്ടുള്ളൂ. 76% അപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിലമ്പൂരിലെ ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് കുറേയേറെ തെരഞ്ഞെടുപ്പുകളായി. കാരണം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ രാജിവെച്ചതിനെ തുടർന്ന് വീണ്ടും പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അങ്ങനെ മൂന്നാമതൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ആ മൂന്നാമതൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. തുടർച്ചയായിട്ടുള്ള ഒരു 3-4 തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി വീണ്ടും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമുഖത വോട്ടർമാർ കാണിക്കുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമാവും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല കാലാവസ്ഥ, ഈ പ്രതികൂല കാലാവസ്ഥയാണ്. മഴ ശക്തമായിട്ട് തന്നെ പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ പ്രതികൂല കാലാവസ്ഥയിലും വോട്ടർമാർ എത്രത്തോളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇനി പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിന് നമുക്കൊരു കൃത്യമായ സൂചനകൾ ലഭിക്കുമെന്നുള്ളതാണ്. നിലവിലേതായാലും പോളിംഗ് ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. വോട്ടർമാരൊക്കെ ഇങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു ബൂത്തിലും ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് നേരത്തെ ഒന്ന് വോട്ട് ചെയ്യാൻ? അതെ തീർച്ചയായും. അത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. വോട്ട് ചെയ്തിട്ട് മറ്റുള്ള വർക്കുകൾ ചെയ്യാൻ പാടില്ലെന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ അതെ എല്ലാ വർഷവും നേരത്തെ വന്നിട്ട് ഓഫീസിലോട്ട് പോകാറുണ്ട്. ഇപ്പോൾ നേരത്തെ 6 മണിക്കാരം കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം ഫ്രീ ആയിട്ട് വരാമല്ലോ. ചിലപ്പോൾ ബസ് ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കാം, വരാൻ കഴിഞ്ഞില്ല. ഒരു വോട്ട് പോയാൽ നമ്മുടെ എല്ലാം പോയി. നല്ല മഴയാണ്. മഴയൊന്നും കുഴപ്പമില്ലല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വന്നു. എപ്പോഴും വരും നേരത്തെ? വരും, രാവിലെ നേരത്തെ വരും. മഴയത്ത് കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല, ചെയ്യാതെ രാവിലെ ചെയ്തോ വിചാരിച്ചിട്ട്. ജോലിക്ക് പോകണ്ടല്ലേ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ നല്ല ശക്തമായ മത്സരമാണ്? അല്ലോ, ഒന്നും പറയാത്ത മത്സരം. ഒന്നും പറയാൻ അങ്ങനത്തെ കഴിഞ്ഞാൽ തന്നെ നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അവസ്ഥ. ഇപ്പോഴും നേരത്തെ വരണം? വരുന്നുണ്ട്. ഇതുവരെ കാണാത്ത മത്സരമാണ് ഇക്കുറി കാണുന്നത്. നിറച്ച ആൾക്കാരുണ്ട്, തിരക്കായുണ്ട്. നേരത്തെ രണ്ടാളും കൂടെ വന്നാ? ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. എങ്ങനെയാണ് തോന്നത്തെ മത്സരമൊക്കെ? എങ്ങനെയാണ്? ഭയങ്കര ശക്തമായ മത്സരം. എല്ലാവരും നല്ല മത്സരം തന്നെയാണ്. എങ്ങനായാലും നമ്മൾ ഒരാൾക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എല്ലാവരും നമുക്ക് വേണമെന്നുള്ളത് പറയുന്നുണ്ട്. ആൾക്കാരും ഒരാൾക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യും. അത് തന്നെ. നമ്മൾ ആദ്യമേ ഒരു മനസ്സിലൊരു ചെയ്യാൻ ഒന്നിന് വിചാരിച്ചിട്ടുണ്ട്, അതേമാതിരി നമ്മൾ ചെയ്യും. അത് തന്നെയാണ് നിലമ്പൂരിലെ ഓരോ വോട്ടർമാരും ഇത്തരത്തിൽ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അതവർ കൃത്യമായിട്ട് തന്നെ അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായി. ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മുതിരി ബാങ്കൂത്ത് LP സ്കൂളിൽ നിന്ന് ശിവദാസ് കന്മനവും ചേരുന്നുണ്ട്. ശിവദാസ്, ഇപ്പോൾ അരുണാലത്തൂർ പറഞ്ഞത് അവിടെ ഇപ്പോഴും വോട്ടർമാർ ഇപ്പോൾ നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതി എന്താണ്? ദൃശ്യ, ഇവിടെ രാവിലെ 5:30 തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മോക്ക് പോളിംഗ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്കൂത്ത് LP സ്കൂളിലാണ്. മുതിരിയിലെ മാങ്കൂത്ത് LP സ്കൂളിലാണ്. 5:30 ആയിരുന്നു ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചത്. ഏകദേശം 50 പേരാണ് മോക്ക് പോളിംഗ് വോട്ട് രേഖപ്പെടുത്തിയത്. അത് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ 7 മണിക്കാണ് ഇവിടെ പോളിംഗ് ആരംഭിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ക്യൂ നമുക്ക് കാണാൻ കഴിയും. കാരണം പല ആളുകളും ജോലിക്ക് പോകേണ്ട ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പോകേണ്ട പല ആവശ്യങ്ങൾക്കും വേണ്ടി പോകേണ്ട ആളുകളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ്. നേരത്തെ മഴ പെയ്തിരുന്നു. ഇപ്പോൾ മഴ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ആകാശം മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതികൂല കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 7 മണിക്കാണ് ഇവിടെ പോളിംഗ് ആരംഭിക്കുക. കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിച്ച് വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് ഉള്ളത്. 1254 പേർക്ക് ഹോം വോട്ടിന് അനുമതി ലഭിച്ചിരുന്നു. അത് നേരത്തെ ജൂൺ 16 തന്നെ ഈ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെയാണ് 263 പോളിംഗ് സ്റ്റേഷനുകൾ
റിസർവ് ഉൾപ്പെടെ 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 VVPATകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയും. ഇനി അല്പസമയം മാത്രമാണ് ഉള്ളത്. 8 മിനിറ്റ് മാത്രമാണ് ഇനി പോളിംഗ് ആരംഭിക്കാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ കാണാം, ആളുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയൊരു വരി ക്യൂ ആയിട്ടുണ്ട്. സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും എല്ലാം തന്നെ പ്രത്യേകമായ ക്യൂ ഇവിടെ ഉണ്ട്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള മറ്റ് സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന പ്രോസസ്സിലേക്ക് ആണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിൽ പോളിംഗ് ആരംഭിക്കും. ആകെ 14 ക്രിട്ടിക്കൽ ബൂത്തുകൾ നിലമ്പൂരിൽ ഉണ്ട്. 3 എണ്ണം വനത്തിനുള്ളിലാണ്, 11 എണ്ണമാണ് മറ്റ് 7 ഇടങ്ങളിലായി ഉള്ളത്. ഇവിടെയെല്ലാം തന്നെ അതീവ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. 1200ഓളം പോലീസുകൾ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ ഭാഗങ്ങളിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കമ്പനി കേന്ദ്രസേനയും ഉണ്ട്. ഇങ്ങനെ കൃത്യമായി ഉള്ള സജ്ജീകരണങ്ങൾ ആണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. വനവാസി മേഖലയും കൂടുതലുള്ള ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വനവാസി മേഖലയിൽ പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ ഉണ്ട്. പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിൽ 42-ാം ബൂത്ത്, അത് വനവാസി മേഖലയിലാണ്. ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ 120-ാം നമ്പർ ബൂത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ നെടുങ്കയം ഭാഗത്ത് അമ്യൂണിറ്റി സെൻറ്ററിലെ 225-ാം നമ്പർ ബൂത്ത്, ഇത് വനത്തിനു ഉള്ളിൽ ഉള്ള ബൂത്തുകളാണ്. 7 മേഖലയിലായി മൊത്തം 11 പ്രശ്ന സാധ്യതാ ബൂത്തുകളും വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളും ആണുള്ളത്. ആകെ മത്സര രംഗത്തുള്ളത് 10 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. UDF-ഉം LDF-ഉം NDA-യും PV അൻവറും അടക്കം മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. എന്തായാലും തിങ്കളാഴ്ചയാണ് ഫലം അറിയുക. അല്പസമയത്തിനകം തന്നെ പോളിംഗ് ആരംഭിക്കും. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആളുകൾ ഇപ്പോൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുദീരിയിലെ മാങ്കൂത്ത് LP സ്കൂളിലാണ്. ഇവിടെ അല്പസമയത്തിനകം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സ്വരാജ് വിശദ വിവരങ്ങൾ നൽകിയത്.